Next definition. Suppose V element of V and U is a subspace of V, then V plus U is the subset of V defined by V plus U is equal to set of all V plus U where U element of U. അതായത് നമ്മളൊരു വെക്റ്റർ വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൽ നിന്ന് വി എന്നുള്ളൊരു വെക്റ്റർ എടുക്കുകയാണ്. അതുപോലെ തന്നെ ആ വിയുടെ ഒരു സബ് സ്പേസ് യു എടുക്കുകയാണ്. ദെൻ വി പ്ലസ് യു എന്ന് പറയുന്നത് വിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൽ നിന്ന് ഒരു വെക്റ്ററിനെ എടുക്കുകയാണ്, യു എന്ന് പറയുന്ന ഒരു സബ് സ്പേസിനെ എടുക്കുകയാണ്. ദെൻ വി പ്ലസ് യു എന്ന് പറയുന്ന ആ സബ്സെറ്റ്, ആ സെറ്റ് എന്ന് പറയുന്നത് വിൽ ബി എ സബ്സെറ്റ് ഓഫ് ദി വെക്റ്റർ സ്പേസ് വി ആയിരിക്കും. ഓക്കെ, ഇനി ഈ വി പ്ലസ് യു എന്ന് പറയുമ്പോൾ അതിനകത്ത് പറയുന്ന വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് വി പ്ലസ് ദി വെക്റ്റേഴ്സ് ഈച്ച് ആൻഡ് എവറി വെക്റ്റർ ഫ്രം ദി സബ്സ്പേസ് യു. അതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് വി എന്ന് പറയുന്നത് കോമൺ ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഈ യു എന്നുള്ള സബ് സ്പേസിൽ ഓരോ വെക്റ്റേഴ്സ് ആഡ് ചെയ്ത് വരുന്നതായിരിക്കും വി പ്ലസ് യുയിൽ വരുന്ന വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് വരുന്ന വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് സം 1 2 3 ആണെന്ന് വിചാരിക്കുക. ഈ യു എന്ന് പറയുന്ന സബ് സ്പേസിലുള്ളത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. സോ ഇതിനകത്ത് വരുന്ന വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് വി പ്ലസ് 1, വി പ്ലസ് 2 ആൻഡ് വി പ്ലസ് 3. ഈ ഓരോ ഫോമാറ്റിലുള്ള വെക്റ്റേഴ്സ് ആയിരിക്കും വി പ്ലസ് യു എന്ന് പറയുന്ന ആ സബ്സെറ്റിൽ ഉണ്ടാവുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, അഫൈൻ സബ്സെറ്റ് ആൻഡ് പാരലൽ സെറ്റ്. ആൻ അഫൈൻ സബ്സെറ്റ് of V is a subset of V of the form V plus U for some V element of V and some subspace U of V. ഈ ഓരോ ഫോമാറ്റിൽ വി പ്ലസ് യു എന്ന് എഴുതുന്ന ഫോമാറ്റിൽ വരുന്ന ആ സെറ്റുകളെ വിളിക്കുന്ന പേരാണ് അഫൈൻ സബ്സെറ്റ് എന്ന്. അതായത് നമ്മളിപ്പോൾ ഒരു യു എന്ന് പറയുന്ന ഒരു സബ്സ്പേസ് കൺസിഡർ ചെയ്യാണ്. സെറ്റ് ഓഫ് ഓൾ സബ്സ്പേസസ് ഓഫ് R2ന് വെക്റ്റർ സ്പേസ് വി ആയിട്ട് R2 എടുക്കുകയാണ്. അതിൻ്റെ ഒരു സബ്സ്പേസ് ആയിട്ട് യു എടുക്കുകയാണ്. സബ്സ്പേസിൽ അപ്പോൾ പറഞ്ഞ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് സം എക്സ് 2x സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ. ഈ വരുന്ന വെക്റ്റേഴ്സ് മാത്രമാണ് യു എന്ന് പറയുന്ന സബ്സ്പേസിൽ വരുന്നത്. അതായത് ഫസ്റ്റത്തെ R2 എന്ന് പറയുമ്പോൾ എല്ലാ ഓർഡേഡ് പെയേഴ്സും ഉള്ളത്, അതാണ് നമ്മുടെ വി ആയിട്ട് എടുക്കുന്നത്. ഇനി യു എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് വെക്റ്റേഴ്സ് മാത്രമേ വരുള്ളൂ. എങ്ങനെയുള്ള ഓർഡേഡ് പെയേഴ്സ്? ഫസ്റ്റത്തിൻ്റെ ഡബിളാണ് സെക്കൻഡ് പറഞ്ഞ് അങ്ങനത്തെ വരുന്ന ഓർഡേഡ് പെയേഴ്സ് മാത്രമേ യുവിൽ വരിക. ലൈക്ക് ദാറ്റ് ഇപ്പോൾ 1 2 അതുപോലെ 2 4 ഫസ്റ്റത്തെ കോർഡിനേറ്റിൻ്റെ ഡബിൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോൾ 10 എടുത്താൽ 20 വരുന്നത്. അങ്ങനെയുള്ള വെക്റ്റേഴ്സിൻ്റെ അങ്ങനെയുള്ള ഓർഡേഡ് പെയേഴ്സിൻ്റെ കളക്ഷൻ മാത്രമാണ് യു എന്ന് പറയുന്ന സെറ്റിൽ വരുന്നത്. അങ്ങനെയുള്ള ഒരു സബ് സ്പേസ് ആയിട്ടാണ് യുവിനെ നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. സോ വി പ്ലസ് യു എന്ന് പറയുമ്പോൾ എന്ത് വരും? ഈ ഓരോ വെക്റ്റേഴ്സ് വി എന്നുള്ള വെക്റ്റർ സ്പേസിൽ നിന്ന് എടുക്കുന്ന ഓരോ വെക്റ്റേഴ്സും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന വെക്റ്റേഴ്സ്, അതാണ് കറസ്പോണ്ടിങ് ആയിട്ട് വി പ്ലസ് യു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ വരും. ഇപ്പോൾ നമ്മളൊരു യു ആയിട്ട് ഇപ്പോൾ ഇതെടുക്കുകയാണെങ്കിൽ 10 2 എന്ന് പറയുന്നത് ഈ ഇതിനകത്തൊരു പോയിന്റ് അല്ലേ. ഇനി ഈ 10 20യുടെ കൂടെ നമ്മൾ ഒരു വെക്റ്ററിനെ ആഡ് ചെയ്യാണ് 17 20 പ്ലസ് യു എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്നത് ആ ലൈൻ എന്ന് പറയുന്നതും പാരലൽ ടു ദി ഫസ്റ്റ് ലൈൻ ആയിരിക്കും. ആ യുവിന് കറസ്പോണ്ടിങ് യു എന്നുള്ള സബ്സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു മാപ്പിംഗ് കൊടുക്കുകയാണെങ്കിൽ അത് ഇതുപോലെ ആയിരിക്കും പോവുക. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി നമ്മൾ വിയിൽ നിന്ന് വേറെ ആർബിട്രറി ആയിട്ടൊരു വെക്റ്ററിനെ ചൂസ് ചെയ്യാണ്. 17 20 എന്നുള്ളൊരു വെക്റ്ററിനെ ചൂസ് ചെയ്തു. ആ വെക്റ്റർ ഈ 10 20യുടെ കൂടെ ഓരോ വെക്റ്റേഴ്സിൻ്റെ കൂടെ ആഡ് ചെയ്ത് നമ്മൾ ആ പോയിൻറ്റ്സിനെ ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് അതിനൊരു ലൈനായിട്ട് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. ആ മാർക്ക് ചെയ്ത് കിട്ടുന്ന ലൈൻ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ലൈനിനോട് പാരലൽ ആയിരിക്കും. അതാണ് അഫൈൻ സെറ്റുകളുടെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അഫൈൻ സബ്സെറ്റുകൾ എന്തായാലും പാരലൽ ആയിരിക്കും ടു ദി സെയിം സബ്സ്പേസ്. അപ്പോൾ അഫൈൻ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, ഈ ഒരു ഫോമാറ്റിൽ വി പ്ലസ് യു എന്ന് എഴുതുന്ന ആ ഒരു ഫോമാറ്റിൽ വേർ വി ഈസ് ദി വെക്റ്റർ ഫ്രം ദി വെക്റ്റർ സ്പേസ് വി ആൻഡ് യു വിൽ ബി ദി സബ്സ്പേസ് ഓഫ് ദി വെക്റ്റർ സ്പേസ് വി. ഈ ഒരു ഫോമാറ്റിൽ ഇങ്ങനെയുള്ള സബ്സെറ്റുകളെ വിളിക്കുന്ന പേരാണ് അഫൈൻ സബ്സെറ്റ് എന്ന് പറയുന്നത്. ഇനി for V element of V and U is a subspace of V, the affine subset V plus U is said to be parallel to U. ഓക്കെ, വി പ്ലസ് യു എന്ന് പറയുന്ന അഫൈൻ സബ്സെറ്റ് എന്തായാലും ആ യു എന്ന് പറയുന്ന സബ്സെറ്റിനോട് യു എന്ന് പറയുന്ന ആ സെറ്റിനോട് പാരലൽ ആയിരിക്കും.
ഇപ്പോൾ ഇവിടുത്തെ 17, 20 പ്ലസ് യു എന്ന് പറയുന്നത് ഈ യുവിൻ്റെ ഒരു അഫൈൻ സബ്സെറ്റാണ്. ഒരു വെക്ടർ നമ്മൾ യുവിൻ്റെ കൂടെ ആഡ് ചെയ്തതല്ലേ, അറ്റാച്ച് ചെയ്തെടുത്തതാണ്. സോ ഇതെന്ന് പറയുന്നത് ഒരു അഫൈൻ സബ്സെറ്റിന് എക്സാമ്പിളാണ്. ഈ അഫൈൻ സബ്സെറ്റ് എന്ന് പറയുന്നത് യു എന്ന് പറയുന്ന സബ്സെറ്റിന്, ആ യു എന്ന് പറയുന്ന സബ്സ്പേസിന് പാരലൽ ആയിരിക്കും. ഓക്കെ, then next topic, quotient space. Suppose U is a subspace of V, then the quotient space V given U is the set of all affine subset of V which is parallel to U. അതായത് quotient space എന്ന് പറയുന്നത് V given U എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് set of all V plus U. U എന്ന് പറയുന്നത് സബ്സ്പേസ് ആയിരിക്കും. ഈ V എന്ന് പറയുന്നത് ഈ വെക്റ്റർ സ്പേസിൽ Vയിൽ നിന്ന് എടുക്കുന്ന എല്ലാ വെക്റ്റേഴ്സും. ഇതിപ്പോൾ എന്തായാലും ശരിക്കും അഫൈൻ സബ്സെറ്റുകളല്ലേ. അപ്പോൾ ഈ വെക്റ്റർ സ്പേസ് വിക്ക് പാരലായിട്ട് വരുന്ന സബ്സ്പേസുകൾ യു, അതായത് അഫൈൻ സബ്സെറ്റ് ഓഫ് വി വിച്ച് ഈസ് പാരലൽ ടു ദി സബ്സ്പേസ് യു, അങ്ങനെയുള്ള അഫൈൻ സബ്സെറ്റുകളുടെ എല്ലാത്തിൻ്റെയും കൂടിയുള്ള കളക്ഷനെ വിളിക്കുന്ന പേരാണ് കോഷ്യൻ്റ് സ്പേസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ആർബിട്രറി ആയിട്ട് ഇപ്പോൾ ഒരു ഈ R2 എന്നുള്ള വെക്റ്റർ സ്പേസ്, അതിനെയാണ് നമ്മൾ വി എന്ന് എടുത്തത്. അതിൻ്റെ സബ്സ്പേസ് ആയിട്ട് യു എന്നുള്ള ഒരു സബ്സ്പേസ് ആയിട്ട് നമ്മൾ യു എടുത്തു. എങ്ങനെയാണ് ഫസ്റ്റത്തെ കോർഡിനേറ്റിന് ഡബിൾ ആയിട്ട് സെക്കൻഡ് കോർഡിനേറ്റ് വരത്തക്ക രീതിയിലുള്ള പോയിന്റ്സിനെ ജോയിൻ ചെയ്ത് വരച്ചത്. ഇതാണ് യു എന്ന് പറയുന്ന സബ്സ്പേസ്. ഫോർ R2ൻ്റെ യു എന്ന് പറയുന്ന ഒരു സബ്സ്പേസ്. ഇതിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനാണ് ഇത്. അതായത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അഫൈൻ സബ്സെറ്റാണ് 17, 20 പ്ലസ് യു എന്നുള്ള ഈ ലൈൻ. ഇതുപോലെ കുറേ പാരലൽ ലൈൻസ് ഇതിന് പോസിബിൾ ആണല്ലോ. ഈ യുവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇനിയും വേറൊരു വെക്ടർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് വേറൊരു പാരലൽ ലൈൻ കിട്ടും. വേറെ വെക്ടർ ആഡ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു പാരലൽ ലൈൻ. അങ്ങനെയുള്ള എല്ലാ പാരലൽ ലൈൻസിൻ്റെയും കൂടിയുള്ള കളക്ഷൻ, അതാണ് എല്ലാ അഫൈൻ സബ്സെറ്റുകൾ, യുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ അഫൈൻ സബ്സെറ്റുകളുടെയും കൂടിയുള്ള കളക്ഷനെ വിളിക്കുന്ന പേരാണ് കോഷ്യൻ്റ് സ്പേസ്. ഓക്കെ, അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് വി ഗിവൺ യു എന്നാണ്. ഇത് വായിക്കുന്നത് വി ഗിവൺ യു എന്നാണ്. അപ്പോൾ വിയിൽ നിന്ന് നമ്മൾ ഏത് വെക്ടർ എല്ലാ വെക്ടേഴ്സും എടുത്തിട്ട്, അതായത് ഓരോരോ വെക്ടറായിട്ട് എടുത്തിട്ട് ഈ യുവിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന എല്ലാ അഫൈൻ സബ്സെറ്റുകളുടെയും കൂടി കളക്ഷനെയാണ് നമ്മൾ കോഷ്യൻ്റ് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ യു എന്ന് പറയുന്നത് ഇപ്പം നമ്മളെടുത്ത സബ്സ്പേസ് ആണ് യു ഈക്വൽ ടു x2x എലമെൻറ്റ് ഓഫ് R2 വേറെ x എലമെൻറ്റ് ഓഫ് R. ഇപ്പോൾ നമ്മൾ വരച്ച ലൈൻ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആ കോഷ്യൻ്റ് സ്പേസിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യണേ, വി ഗിവൺ യു എന്നല്ലേ ഡിനോട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ വി ആയിട്ട് നമ്മൾ എന്താ എടുത്തേക്കുന്നത് R2. സോ R2 ഗിവൺ യു എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ഇൻ R2 ആയിരിക്കും. അതായത് ആ R2 ഗിവൺ യു എന്ന് പറയുന്നത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു കോഷ്യൻ്റ് സ്പേസ് ആണ്. ദെൻ കോഷ്യൻ്റ് സ്പേസിലെ കറസ്പോണ്ടിങ് ആയിട്ട് വെക്ടർ അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ യു എന്ന് പറയുന്ന ഒരു സബ്സ്പേസ് വി എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിയിൽ നിന്ന് ഒരു സബ്സ്പേസ് യുവിനെ കൺസിഡർ ചെയ്തു. അപ്പോൾ അതിനകത്തുള്ള ഈ വി ഗിവൺ യുവിൽ വരുന്നത് എങ്ങനെയുള്ള എലമെൻറ്റ്സാണ് വരുന്നത്, വി പ്ലസ് യു എന്നുള്ള ഫോമാറ്റിലുള്ള വെക്ടേഴ്സ് അല്ലേ വരുന്നത്. അങ്ങനെയുള്ള രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ വി പ്ലസ് യു പ്ലസ് വേറൊരു അഫൈൻ സബ്സെറ്റിൻ്റെ ഡബ്ല്യു പ്ലസ് യു ആണ്. അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അഡീഷൻ ചെയ്യേണ്ടത് കറസ്പോണ്ടിങ് വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. യു പ്ലസ് യു ചെയ്യേണ്ട, വി പ്ലസ് ഡബ്ല്യു പ്ലസ് യു എന്ന് പറയുന്നതാണ് ഒരു കോഷ്യൻ്റ് സ്പേസിലെ അഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കെയിലാർ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ വി പ്ലസ് യു എന്ന് പറയുന്ന ആ വെക്ടറിൻ്റെ കൂടെ ഒരു ലാംഡ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ഈ വി എന്നുള്ള വെക്ടറിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. യു എന്ന് പറയുന്ന സബ്സ്പേസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ലാംഡ ഇൻറ്റു വി പ്ലസ് യു എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോഷ്യൻ്റ് സ്പേസ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ സ്പേസ് തന്നെയാണ്. അപ്പോൾ വെക്റ്റർ സ്പേസിൽ നമുക്ക് രണ്ട് ഓപ്പറേഷൻസ് ഉണ്ട്, അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും. അതിൻ്റെ അഡീഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ആ കോഷ്യൻ്റ് സ്പേസിലെ രണ്ട് വെക്റ്റേഴ്സാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ ഫോമാറ്റ് എന്താ, യു എന്ന് പറയുന്ന വെക്ടറിൻ്റെ കൂടെ വി എന്നുള്ളവരെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോഷ്യൻ്റ് സ്പേസിൽ ഒരു വെക്ടർ കിട്ടി. അതുപോലെ തന്നെ വേറൊരു വെക്ടർ ഡബ്ല്യു ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറൊരു വെക്ടർ. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് വെക്ടേഴ്സ്, കോഷ്യൻ്റ് സ്പേസിലെ രണ്ട് വെക്ടേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കറസ്പോണ്ടിങ് വെക്ടേഴ്സ് മാത്രം ആഡ് ചെയ്തിട്ട് പ്ലസ് യു ആ സബ്സ്പേസ് എന്നുള്ളത് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു സ്കെയിലാർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ വെക്ടറിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി, യുവിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട. അതാണ് രണ്ട് പ്രോപ്പർട്ടീസ് ഉള്ളത്. പിന്നെ ഒരു റിസൾട്ട്, കോഷ്യൻ്റ് സ്പേസ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ സ്പേസ് തന്നെയാണ്. ജസ്റ്റ് ഒരു റിസൾട്ടായിട്ടൊന്ന് ഓർത്തിരുന്നാൽ മതി.
Then quotient map. Suppose U is a subspace of V, then the quotient map pi is a linear map. Pi from V to given U is defined by pi of V equal to V plus U. അതായത് നമ്മളിപ്പോൾ കോഷ്യൻ്റ് മാപ്പ് എന്ന് പറയുന്നത് കോഷ്യൻ്റ് സ്പേസിലോട്ടുള്ള ഒരു മാപ്പിംഗ് ആണ്. കോഷ്യൻ്റ് സ്പേസിലോട്ടുള്ള ഒരു മാപ്പിംഗ്. അപ്പോൾ നമ്മളൊരു വെക്റ്റർ സ്പേസ് വി എടുക്കുകയാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഷ്യൻ്റ് സ്പേസ്. അപ്പോൾ യു എന്ന് പറയുന്നത് വിയുടെ ഒരു സബ് സ്പേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു കോഷ്യൻ്റ് സ്പേസിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യണേ? വി ഗിവൺ യു എന്നാണ് ഡിനോട്ട് ചെയ്യണത്. അപ്പോൾ ഈ വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൽ നിന്ന് അതിൻ്റെ കോഷ്യൻ്റ് സ്പേസിലോട്ടുള്ള മാപ്പിംഗ്, അതിനെയാണ് നമ്മൾ കോഷ്യൻ്റ് മാപ്പ് എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് പൈ എന്നുള്ളൊരു. സോ പൈ ഈസ് എ മാപ്പിംഗ് ഫ്രം വി ടു വി ഗിവൺ യു, that is vector space to its quotient space, and it is defined by pi of v is equal to v plus u. അതായത് ഇവിടെ നിന്ന് ഒരു വെക്റ്റർ എടുത്താൽ അത് ഇതിനോടായിരിക്കും മാപ്പ് ചെയ്യുന്നത്. അതായത് വെക്റ്റർ സ്പേസ് വി എന്നുള്ള വെക്റ്റർ സ്പേസിലെ ഡബ്ല്യു എക്സ് ഫോമാറ്റിലുള്ള വെക്റ്റേഴ്സാണ് ഇതിനകത്തുള്ളത്. ഈ കോഷ്യൻ്റ് സ്പേസിലെ വെക്റ്റേഴ്സിൻ്റെ ഫോമാറ്റ് എന്താ? സം വി പ്ലസ് യു ഡബ്ല്യു പ്ലസ് യു എക്സ്. ഈ കോഷ്യൻ്റ് സ്പേസിലെ വെക്റ്റേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ മാപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ പൈ ഓഫ് വി ഈസ് ഈക്വൽ ടു വി പ്ലസ് യു എന്ന് പറയുന്നതാണ് ഒരു കോഷ്യൻ്റ് സ്പേസിൻ്റെ ഡെഫിനിഷൻ. സോ കോഷ്യൻ്റ് മാപ്പ് പൈ ഈസ് എ ലീനിയർ, ഇറ്റ് ഈസ് എ ലീനിയർ മാപ്പ്. അതെന്ന് പറയുന്നത് ലീനിയർ മാപ്പ് കൂടിയാണ്. അപ്പോൾ കോഷ്യൻ്റ് മാപ്പ് പൈ ഈസ് എ ലീനിയർ മാപ്പ് ഡിഫൈൻഡ് ഫ്രം വെക്റ്റർ സ്പേസ് വി ടു ഇറ്റ്സ് കോഷ്യൻ്റ് സ്പേസ്, ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ പൈ ഓഫ് വി ഈസ് ഈക്വൽ ടു വി പ്ലസ് യു. ഈ വി എന്ന് പറയുന്നത് സ്മോൾ വി ആണ് കേട്ടോ. ക്യാപിറ്റൽ വി വെക്റ്റർ സ്പേസ് വിയിൽ നിന്നെടുത്ത വെക്റ്റർ ആയിട്ടാണ് ഈ വിനെ നമ്മൾ ഡിനോട്ട് ചെയ്യണത്. ഓക്കെ, ദെൻ next one is a proposition. Suppose V is finite dimensional and U is a subspace of V, then dimension of V given U is equal to dimension of V minus dimension of U. നമ്മളൊരു V എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസും U എന്ന് പറയുന്നത് ആ വിയുടെ ഒരു സബ്സ്പേസും ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ വെക്റ്റർ സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഷ്യൻ്റ് സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ആ വെക്റ്റർ സ്പേസും സബ് സ്പേസിൻ്റെ ഡയമെൻഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. ദ ഡയമെൻഷൻ ഓഫ് വി ഗിവൺ യു വിൽ ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി മൈനസ് ഡയമെൻഷൻ ഓഫ് യു. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പ്രൂഫായിട്ട് കണ്ടുപിടിക്കണം. പ്രൂഫായിട്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആ വി ടു കോഷ്യൻ്റ് മാപ്പ്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഷ്യൻ്റ് മാപ്പിന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ലെറ്റ് പൈ ബി ദി കോഷ്യൻ്റ് മാപ്പ് ഫ്രം വി ടു വി ഗിവൺ യു. then null pi will be equal to u. അതായത് null pi എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നൾ സെറ്റ്, അതായത് ഏതിനേക്കാണ് സീറോയിലോട്ട് മാപ്പ് ചെയ്യുന്നത് അത് യു ആയിരിക്കും. സോ ഡയമെൻഷൻ ഓഫ് null pi എന്ന് പറയുന്നത് യു വരും. ദെൻ റേഞ്ച് എന്ന് പറയുന്നത് എന്താ? ഇവിടെ മാപ്പ് ചെയ്യുന്നത് സെക്കൻഡ് സെറ്റ് വി ഗിവൺ യുയിലോട്ടാണ് അതിന് മാപ്പ് ചെയ്യുന്നത്. സോ അതിൻ്റെ റേഞ്ച് സെറ്റ് എന്ന് പറയുന്നത് വി ഗിവൺ യു ആയിരിക്കും. സോ ഡയമെൻഷൻ ഓഫ് റേഞ്ച് പൈ എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് വി ഗിവൺ യു എന്ന് വരും. ഇനി ബൈ ദി ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ലീനിയർ മാപ്പിംഗ് വി ഗെറ്റ് ഡയമെൻഷൻ ഓഫ് വി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് യു പ്ലസ് ഡയമെൻഷൻ ഓഫ് വി ഗിവൺ യു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ? അതായത് ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത് എന്താ? ഡയമെൻഷൻ ഓഫ് നൾ പൈ പ്ലസ് ഡയമെൻഷൻ ഓഫ് പൈ എന്നുള്ളതാണ്. സോ ഡയമെൻഷൻ ഓഫ് പൈ എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് യുവും ഡയമെൻഷൻ ഓഫ് റേഞ്ച് പൈ എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് വി ഗിവൺ യു. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. സോ വി ഗെറ്റ് ഡയമെൻഷൻ ഓഫ് വി ഗിവൺ യു ഈക്വൽ ടു, ഇതിനെ ലെഫ്റ്റ് സൈഡിൽ, ഇതിനെ ഇവിടെ നിർത്തി ഡയമെൻഷൻ യുവിനെ ലെഫ്റ്റ് സൈഡിലോട്ട് എടുത്താൽ മതി. സോ ഡയമെൻഷൻ വി മൈനസ് ഡയമെൻഷൻ യു എന്ന് കിട്ടും. ഡയമെൻഷൻ ഓഫ് വി ഗിവൺ യു, ദാറ്റ് ഈസ് കോഷ്യൻ്റ് സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷനിൽ നിന്ന് സബ് സ്പേസിൻ്റെ ഡയമെൻഷനെ മൈനസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ടോപ്പിക് ലീനിയർ ഫങ്ഷണൽ. A linear function on V is a linear map from V to F. In other words, a linear function is an element of L of V given F. നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്താണ്, ലീനിയർ ഓപ്പറേറ്റർ എന്താണെന്ന് പഠിച്ചു. ഇനി പറയുമ്പോൾ എന്താണ് ലീനിയർ ഫങ്ഷണൽ. ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാം. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ സ്പേസിൽ നിന്ന് മറ്റൊരു വെക്റ്റർ സ്പേസിലോട്ടുള്ള മാപ്പിംഗ് ആയിരുന്നു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ടി ഫ്രം വി ടു ഡബ്ല്യു, ഒരു വെക്റ്റർ സ്പേസിൽ നിന്ന് മറ്റൊരു വെക്റ്റർ സ്പേസ് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞത്. ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ എന്താവും? ആ ട്രാൻസ്ഫോർമേഷൻ ഫ്രം സെയിം വെക്റ്റർ സ്പേസ് ടു ഇറ്റ് സെൽഫ് ആയിരിക്കും. ഒരു വെക്റ്റർ സ്പേസിൽ നിന്ന് അതിനകത്തോട്ട് തന്നെ മാപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ
ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ സ്പേസിൽ നിന്ന് മറ്റൊരു വെക്റ്റർ സ്പേസിലോട്ട് മാപ്പ് ചെയ്യുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ഇനി ലീനിയർ ഫങ്ഷണൽ എന്ന് പറയുമ്പോൾ നമ്മളത് മാപ്പ് ചെയ്യുന്നത് ഇപ്പോൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഒരു വെക്റ്റർ സ്പേസിൽ നിന്ന് മറ്റൊരു വെക്റ്റർ സ്പേസിലോട്ടായിരിക്കും. ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഒരു വെക്റ്റർ സ്പേസിൽ നിന്ന് അതിനകത്തോട്ട് തന്നെ ഡിഫൈൻ ചെയ്യുന്ന മാപ്പിങ്ങിനെയാണ് നമ്മൾ ഓപ്പറേറ്റർ, അല്ലെങ്കിൽ അത് ആ മാപ്പിംഗ് ലീനിയർ ആണെങ്കിൽ നമ്മളതിനെ ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറയും. നെക്സ്റ്റ് ലീനിയർ ഫങ്ഷണൽ എന്ന് പറയുമ്പോൾ അത് വെക്റ്റർ സ്പേസിൽ നിന്നൊരു ഫീൽഡിലോട്ടായിരിക്കും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള മാപ്പിങ്ങിനെയാണ് നമ്മൾ ഫങ്ഷണൽ മാപ്പിംഗ് എന്ന് പറയുന്നത്. ആ മാപ്പിംഗ് ലീനിയർ ആണെന്നുണ്ടെങ്കിലാണ് നമ്മളതിനെ ലീനിയർ മാപ്പിംഗ് എന്ന് പറയും. ലീനിയർ എന്ന് പറയുമ്പോൾ ആ ലീനിയാരിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. എ ലീനിയർ ഫംഗ്ഷൻ ഓൺ വി ഈസ് എ ലീനിയർ മാപ്പിംഗ് ഫ്രം വി ടു എഫ്. ഇൻ അതർ വേർഡ്സ് എ ലീനിയർ ഫംഗ്ഷൻ ഈസ് എൻ എലമെൻറ്റ് ഓഫ് എൽ ഓഫ് വി എഫ്. നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എൽ ഓഫ് വി ഡബ്ല്യു എന്ന് ഡിനോട്ട് ചെയ്യണ പോലെ ഇവിടെ എൽ ഓഫ് വി എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീനിയർ ഫംഗ്ഷണൽ ഡിഫൈനിങ് ഫ്രം ദി വെക്റ്റർ സ്പേസ് വി ടു ഫീൽഡ് എന്നാണ് മീനിങ്. ഓക്കെ, ഒരു ലീനിയർ ഫംഗ്ഷൻ എക്സാമ്പിൾ നോക്കാം. ലെറ്റ് phi equal to R3 to R defined by phi of x, y, z equal to 4x minus 5y plus 2z, where phi is a linear functional on R3. അത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നതാണ്. ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്. R3 എന്നുള്ള വെക്റ്റർ സ്പേസിൽ നിന്ന് R എന്ന് പറയുന്ന ഒരു വെക്റ്റർ സ്പേസ് ആണ്, പക്ഷെ നമ്മളത് ഫീൽഡായിട്ടും കൺസിഡർ ചെയ്യാറുണ്ട്. ഫീൽഡ് എന്ന് പറയുന്നത് എന്താ, സ്കേലാസിൻ്റെ കളക്ഷനാണ്. അതൊന്നെങ്കിൽ റിയൽ നമ്പേഴ്സ് ആവും, കോംപ്ലക്സ് നമ്പേഴ്സ് ആവും. അപ്പോൾ ഇവിടെ R എന്ന് പറയുന്ന ഫീൽഡായിട്ടാണ് നമ്മൾ ഫീൽഡ് എന്ന് പറയുന്നത് R ആയിട്ടാണ് ചൂസ് ചെയ്തേക്കുന്നത്. ദെൻ അതിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് phi of x, y, z equal to 4x minus 5y plus 2z. ഇനി നമുക്കിത് ലീനിയർ ഫങ്ഷണൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ലീനിയർ ആവാനുള്ള കണ്ടീഷൻ c1 ഇൻറ്റു യു phi of c1 u പ്ലസ് c2 u ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, c1 ഇൻറ്റു phi of u പ്ലസ് c2 ഇൻറ്റു phi of v കിട്ടുകയാണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനിൽ ലീനിയർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വെക്റ്റർ സ്പേസ് R3യിൽ നിന്ന് രണ്ട് വെക്റ്റേഴ്സിനെ ചൂസ് ചെയ്യുകയാണ്, u ആൻഡ് v. R3യിൽ നിന്ന് ചൂസ് ചെയ്യുമ്പോൾ അത് എന്തായിരിക്കും ഫോർമാറ്റ്, ട്രിപ്ലറ്റ് ആയിരിക്കും. അപ്പോൾ x1 y1 z1 x2 y2 z2. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ phi ഓഫ് യുവും phi ഓഫ് v എന്തായിരിക്കും, കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ x1 y1 z1 എന്നുള്ള ചേഞ്ചസ് വരുത്തും. അപ്പോൾ phi ഓഫ് u എന്ന് പറയുന്നത് 4x1 മൈനസ് 5y1 പ്ലസ് 2z1. phi ഓഫ് v എന്ന് പറയുന്നത് 4x2 മൈനസ് 5y2 പ്ലസ് 2z2. ഇനി c1 ഇൻറ്റു യു പ്ലസ് c2 ഇൻറ്റു c1 c2 എന്ന് പറയുന്നത് സ്കെയിലേഴ്സ് ആണ്, ചൂസിങ് ഫ്രം ദി ഫീൽഡ് R. ദെൻ c1 ഇൻറ്റു യു പ്ലസ് c2 ഇൻറ്റു യു എന്ന് പറയുമ്പോൾ c1 ഇൻറ്റു x1 y1 z1 പ്ലസ് c2 ഇൻറ്റു x2 y2 z2 സിംപ്ലിഫൈ ചെയ്തേക്കുന്നതാണ് ഇത്. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള phi ഓഫ് c1 ഇൻറ്റു യു പ്ലസ് c2 ഇൻറ്റു v എന്ന് പറയുമ്പോൾ എന്ത് വരും, ഇതിനെ x ആയിട്ട് എടുക്കുക, y z. ആ ചേഞ്ചസ് ഈ ഡെഫിനിഷനിൽ കൊടുത്താൽ മതി. സോ 4 ഇൻറ്റു c1 x1 പ്ലസ് c2 x2 മൈനസ് 5 ഇൻറ്റു c1 y1 പ്ലസ് c2 y2 പ്ലസ് 2 ഇൻറ്റു c1 z1 പ്ലസ് c2 z2. then അതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് കോമൺ ആയിട്ട് വന്നിരിക്കുന്ന c1ൻ്റെ ടേംസിനെല്ലാം കമ്പൈൻ ചെയ്തിട്ട് എഴുതുക, c2ൻ്റെ ടേംസിനെ കമ്പൈൻ ചെയ്തിട്ട് എഴുതുക, c1നെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു, c2നെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ നോക്കിയപ്പോൾ ഇത് phi ഓഫ് യുവും ഇത് phi ഓഫ് വിയും ആണ്. So we get c1 into phi of u plus c2 into phi of 2. Thus, phi is a linear combination of the function R3 to R. Then phi from P of R to R defined by phi of V equal to 3P double dash of 5 and 7 plus 7P of 4 is a linear function from on P of R. ഇതും ഒരു ലീനിയർ ഫംഗ്ഷണൽ എക്സാമ്പിൾ ആണ്. സിമിലർ പാറ്റേണിൽ തന്നെ അത് ലീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നെക്സ്റ്റ് ഡുവൽ സ്പേസ്. ഡുവൽ സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വെക്റ്റർ സ്പേസ് കൺസിഡർ ചെയ്യുകയാണ്, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡുവൽ സ്പേസിനെ വി ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യണം. ഈ വി ഡാഷിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെക്റ്റർ സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ലീനിയർ ഫങ്ഷണൽസും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ലീനിയർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈസ് ഡിഫൈനിങ് ഫ്രം വെക്റ്റർ സ്പേസ് ടു ഫീൽഡ്. അപ്പോൾ ഈ വെക്റ്റർ സ്പേസ് വിയിൽ നിന്ന് ഈ ഫീൽഡിലോട്ട് വരാവുന്ന എല്ലാ മാപ്പിങ്ങും അതാണ് ഫങ്ഷണൽ എന്ന് പറയുന്നത്. അങ്ങനെയായിട്ടുള്ള എല്ലാ ലീനിയർ മാപ്പുകളുടെയും കൂടി കളക്ഷനെയാണ് നമ്മൾ ഡുവൽ സ്പേസ് എന്ന് പറയുന്നത്.
The dual space of V and is denoted by V dash is the vector space of all linear functionals on V. In other words, V dash equal to L of V F. ഇനി ഈ ഡ്യുവൽ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷനോട് ഈക്വൽ ആയിരിക്കും. ഇനി ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്താണെന്നുള്ളത്. ദി ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എ ഈസ് ഡിനോട്ടഡ് ബൈ എ റേസ് ടു ടി ഈസ് ദി മെട്രിക്സ് ഒബ്റ്റെയിൻഡ് ഫ്രം എ ബൈ ഇൻ്റർചേഞ്ചിങ് ദി റോസ് ആൻഡ് കോളംസ്. More specifically, if A is an m by n matrix, then A transpose is an n by m matrix whose entries are given by the equation A raised to t kg equal to AJK. ഇത് ട്രാൻസ്പോസ് എന്താണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഒരു മെട്രിക്സ് എടുത്താൽ അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റോസിനെ കോളസിനെ ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന മെട്രിക്സ് എയുടെ ഓർഡർ m by n ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോസിൻ്റെ ഓർഡർ എന്തായിരിക്കും? റിവേഴ്സ് ആയിരിക്കും, n by m ആയിരിക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്ന മെട്രിക്സ് 5 7 3 8 -4 2. ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 3/2. അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 2/3 ആയിരിക്കും. ദെൻ ഈ റോയിനെ കോളമായിട്ട് എഴുതാം. 2 റോയിനെ കോളമായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ ട്രാൻസ്പോസ് കിട്ടും. ഇനി അടുത്തായിട്ട് റോ റാങ്കും കോളം റാങ്കും. Suppose A is an m by n matrix with entries in F. The row rank of A is the dimension of the span of the rows of A in F dash F1n, and the column rank of A is the dimension of span of columns of A. റോ റാങ്ക് എന്ന് പറയുന്നത് നമ്മൾ ആ ഓരോ റോസിൻ്റെയും കൂടി സ്പാൻ എടുക്കുക, അതിൻ്റെ ഡയമെൻഷൻ എടുക്കുക, അതിനെയാണ് റോ റാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ കോളത്തിൻ്റെ സ്പാൻ ഓഫ് കോളം, ആ കോളം ഓരോ ഒരു മെട്രിക്സിൻ്റെ കോളംസ് കൺസിഡർ ചെയ്യുക, അതിൻ്റെ സ്പാനിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷനെയാണ് കോളം റാങ്ക് എന്ന് പറയുന്നത്.